നമസ്കാരം. ലക്ഷോപലക്ഷം ഇന്ത്യക്കാരാണ് വിമാനത്തിലൂടെ യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിനു പുറമെ വിദേശത്തേക്കും യാത്ര ചെയ്യുന്നു. ഏഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് എയർവേസ് മാർക്കറ്റാണ് ഇന്ത്യയുടേത്. എന്നാൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിലും എക്കാലത്തും വർധനവുണ്ടാവുന്നു. ജോലി ചെയ്യുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനും പഠിക്കുന്നതിനും ടൂറിസത്തിനുമൊക്കെയാണ് ഇന്ത്യക്കാർ യാത്ര ചെയ്യുന്നത്. ഇന്ത്യക്കാരിൽ മഹാഭൂരിപക്ഷം പേരും സ്വാഭാവികമായും യാത്ര ചെയ്യേണ്ടത് എയർ ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനി എയർ ഇന്ത്യയാണ്. എന്നാൽ മറ്റ് വിമാന കമ്പനികളെ വെച്ച് പരിശോധിക്കുമ്പോൾ എയർ ഇന്ത്യയിലെ ഇന്ത്യക്കാരുടെ യാത്ര പരിമിതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എമിറേറ്റ്സും ഖത്തർ എയർവേസും ഗൾഫ് എയറും ഇത്തിഹാദും ബ്രിട്ടീഷ് എയർവേസും ഒക്കെയാണ് ഇന്ത്യക്കാർക്ക് ഇഷ്ടമുള്ള വിമാന കമ്പനികൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എയർ ഇന്ത്യയുടെ സർവീസിലെ അസ്ഥിരതയും സർവീസിനെക്കുറിച്ചുള്ള പരാതികളും റൂട്ടുകളുടെ അഭാവവുമാണ്. എന്നാൽ താരതമ്യേന എയർ ഇന്ത്യയുടെ ടിക്കറ്റ് നിരക്ക് കുറവായതുകൊണ്ട് മാത്രം ആളുകൾ കുറച്ചെങ്കിലും അത് ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ ഫ്ലൈ ഹബ്ബ് എന്ന നിലയിൽ ഇന്ത്യ ലോകത്തിനു മുൻപിൽ ശ്രദ്ധ നേടിയിട്ടില്ല. UAE പോലൊരു കൊച്ചു രാജ്യത്തിൻ്റെ കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ജനസംഖ്യ UAEയിലില്ല. എന്നിട്ടും UAEയിലെ 2 വിമാനത്താവളങ്ങൾ ലോകപ്രസിദ്ധമാണ്. അബുദാബിയും ദുബായും. ഷാർജ അടക്കം മറ്റിടങ്ങളിലേക്കും അന്താരാഷ്ട്ര സർവീസ് ഉണ്ടെങ്കിലും ദുബായും അബുദാബിയും UAEയുടെ എയർ ബിസിനസ് ഹബ്ബുകളായി മാറി. ഇതുവഴി UAEക്ക് ഉണ്ടാവുന്ന നേട്ടം ചില്ലറയല്ല. ഒരു വർഷം ഏതാണ്ട് $100 ബില്യൺ അമേരിക്കൻ ഡോളറാണ് UAEയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഈ വിമാനത്താവളങ്ങൾ സമ്മാനിക്കുന്നത്. ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളെ, ഏഷ്യയുമെ കണക്ട് ചെയ്യുന്നത് ദുബായിലും അബുദാബിയിലുമാണ്. അമേരിക്കയിലോ ബ്രിട്ടനിലോ അയർലൻഡിലോ പാശ്ചാത്യ ലോകത്ത് എവിടെയുമാവട്ടെ, അവിടെയുള്ള മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് വരുന്നത് പോലും ദുബായിലോ അബുദാബിയിലോ ദോഹയിലോ ഒക്കെ വഴിയാണ്. UAE പോലെ തന്നെയാണ് ദോഹയുടെ കാര്യവും. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹ വളരെ ചെറിയ ഒരു സിറ്റിയാണെങ്കിലും ദോഹയിലെ എയർലൈൻസ് ഹബ്ബ് എന്ന് പറയുന്നത് അസാധാരണമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ദോഹയിൽ നിന്നും ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും വിമാനം പോകുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അമേരിക്കയിലെ ഏത് സിറ്റിയിൽ നിന്നുമാവട്ടെ, ഒരുപക്ഷെ ഷിക്കാഗോ ആവാം, അല്ലെങ്കിൽ ഹൂസ്റ്റൺ ആവാം, അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ് ആവാം, അല്ലെങ്കിൽ ന്യൂയോർക്ക് ആവാം, ഇവിടെ നിന്നൊക്കെ നേരിട്ട് ദുബായിലേക്കോ അബുദാബിയിലേക്കോ വിമാനമുണ്ട്. അവിടെ നിന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തേക്കും, തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും കരിപ്പൂരിലേക്കുമൊക്കെ വിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യക്ക് നിരക്ക് കുറവാണെങ്കിൽ കൂടി, സൗകര്യങ്ങളുണ്ടെങ്കിൽ കൂടി, മലയാളികൾ ആഗ്രഹിക്കുന്നത് എമിറേറ്റ്സിൽ ദുബായ് വഴി വരാനോ, എത്തിഹാദിൽ അബുദാബി വഴി വരാനോ, ഖത്തർ എയർവേസിൽ ദോഹ വഴി വരാനാണ്. എന്ന് മാത്രമല്ല, ഇവരുടെയൊക്കെ സർവീസ് അസാധാരണ നിലയിൽ ഉയർന്നു നിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളാൽ ഇന്ത്യക്ക് ഇത്രയധികം ജനസംഖ്യ ഉണ്ടായിട്ടും അത് മുതലെടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ അതിനൊരു മാറ്റം വരികയാണ്. മോദി സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നീക്കം ദുബായ്ക്കും അബുദാബിക്കും ദോഹയ്ക്കുമൊക്കെ ബദലായി ഇന്ത്യൻ നഗരങ്ങളെ വളർത്തിയെടുക്കുകയാണ്. ഡൽഹിയിലും മുംബൈയിലും കൊൽക്കത്തയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും എത്ര വിമാനത്തെ പോലും സ്വീകരിക്കാൻ കഴിയുന്ന വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള വിമാനത്താവളങ്ങളുണ്ട്. മുംബൈയിൽ ഇതാ നവി മുംബൈ എന്ന പേരിൽ മറ്റൊരു വിമാനത്താവളം കൂടി നിർമ്മിച്ചിരിക്കുന്നു. ഡൽഹിക്ക് അടുത്ത് നോയിഡയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം സൗകര്യങ്ങളോടെയാണ്. അങ്ങനെ ഇന്ത്യയിൽ അനേകം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും മറ്റ് ചെറുകിട വിമാനത്താവളങ്ങളുമുണ്ട്. ഈ വിമാനത്താവളങ്ങളെ ലോകത്തിൻ്റെ കണക്റ്റിംഗ് ഹബ്ബാക്കി മാറ്റാൻ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് മോദി സർക്കാർ ഇപ്പോൾ. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മറ്റ് ചെറുകിട എയർപോർട്ടുകളെ ഈ വലിയ വിമാനത്താവളങ്ങളുമായി ബന്ധിപ്പിക്കും. ഉദാഹരണത്തിന് കൊച്ചിയെയും തിരുവനന്തപുരത്തെയും കണ്ണൂരിനെയും കരിപ്പൂരിനെയും ഒക്കെ ബാംഗ്ലൂരോ ചെന്നൈയോ ഡൽഹിയോ ബോംബെയോ ഒക്കെ വഴി ബന്ധിപ്പിക്കും. ആദ്യം ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തത് വാരണാസിയാണ്. വാരണാസിയെ ഡൽഹിയുമായി കണക്ട് ചെയ്ത് ലോകത്ത് എവിടെ നിന്നും വാരണാസിയിലേക്ക് വരണമെങ്കിൽ ഇനി വാരണാസിയിൽ നിന്നും ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ലണ്ടനിൽ നിന്ന് വാരണാസിയിലേക്ക് വരണമെങ്കിൽ വാരണാസിയിലേക്ക് നേരിട്ട് വിമാനം കാണില്ല. അത് എത്തുന്നത് ഡൽഹി വഴിയാവാം. രാജ്യത്ത് ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഫസ്റ്റ് പോർട്ട് സിറ്റിയിൽ ഇമിഗ്രേഷനും കസ്റ്റംസും എന്നാണ് നിയമം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൽഹി വഴിയോ ബോംബെ വഴിയോ ബാംഗ്ലൂർ വഴിയോ ചെന്നൈ വഴിയോ ഒക്കെ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ കരിപ്പൂരിലേക്കോ കണ്ണൂരോ ഒക്കെ വരണമെങ്കിൽ നിങ്ങൾ അവിടെ ആദ്യം ഇറങ്ങണം. അവിടെ നിങ്ങൾ ലഗേജ് അൺലോഡ് ചെയ്യണം.
അവിടെ നിങ്ങൾ കസ്റ്റംസ് ക്ലിയറൻസ് എടുക്കണം, അവിടെ നിങ്ങൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എടുക്കണം, അവിടെ നിങ്ങൾ ഷോപ്പിംഗ് നടത്തണം. അവിടെ നിന്ന് നിങ്ങൾ ഡൊമസ്റ്റിക് എയർലൈനായി നാട്ടിലേക്ക് വരികയാണ്. ആകെയുള്ള ആനുകൂല്യം അവിടെ നിന്ന് കയറ്റിവിട്ടിരിക്കുന്ന ലഗേജ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കടത്തിവിടാം. അതിന് പ്രത്യേക നിരക്ക് കൊടുക്കേണ്ട ഇളവുണ്ട്. എന്നാൽ ഹാൻഡ് ബാഗിൽ മദ്യമടക്കമുള്ളവ കൊണ്ടുവരിക സാധ്യമായിരിക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും നടത്തി നിങ്ങളുടെ ഇരിക്കുന്ന സാധനങ്ങളുമായി നിങ്ങൾ കയറ്റിവിട്ടതിന് ശേഷം കയ്യിലുള്ളതുമായി നിങ്ങൾ ബഹുദൂരം നടന്നു വേണം ഡൊമസ്റ്റിക് ടെർമിനലിലെത്താൻ. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് പലരും നേരിട്ട് സർവീസ് നടത്തുന്ന എയർലൈനുകളിലേക്ക് പോകുന്നു. ഫസ്റ്റ് ലാൻഡിംഗ് സിറ്റി എന്നതാണ് സങ്കല്പം. നിങ്ങൾ എമിറേറ്റ്സ് വഴിയോ ഖത്തർ എയർവേസ് വഴിയോ ഇത്തിഹാദ് വഴിയോ വന്നാൽ അവർ അവിടെ നിന്നും നിങ്ങളെ നേരെ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ കരിപ്പൂരിലേക്കോ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇമിഗ്രേഷനും കസ്റ്റംസും ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ ഡൽഹിയിലോ ബോംബെയിലോ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ഒക്കെ എത്തിയാൽ അവിടെ ചെയ്യേണ്ട സാഹചര്യം. ഇത് വലിയ തോതിൽ യാത്രക്കാരെ അകറ്റുന്നു. കോവിഡിന് മുമ്പ് എവിടെ ഇറങ്ങിയാലും നമുക്ക് ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി, അത് തിരിച്ചു കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം വാരണാസിയിൽ അത് വിജയകരമായി പരീക്ഷിച്ചു. വാരണാസിയിലേക്ക് പോകുന്നവർക്ക് ലോകത്തിന്റെ ഏത് എയർപോർട്ടിൽ നിന്നും നേരിട്ട് വാരണാസിക്ക് ടിക്കറ്റ് എടുക്കാം, വാരണാസിക്ക് ലഗേജ് കയറ്റിവിടാം, വാരണാസിയിൽ ചെന്ന് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്താൽ മതി. ഡൽഹിയിൽ വന്നിട്ടാണ് നിങ്ങൾ മാറിക്കയറുന്നത് പക്ഷെങ്കിൽ പോലും നിങ്ങൾക്ക് മാറിൽ കയറിയാൽ മതി. ലഗേജുകളോ കസ്റ്റംസോ ഇമിഗ്രേഷനോ ബാധകമല്ല. ഇതേ സൗകര്യം കൊച്ചി അടക്കം മറ്റ് പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലേക്കും ആഴ്ചകൾക്കുള്ളിൽ നടപ്പിലാക്കുമെന്ന് ഇന്ത്യൻ അധികാരികൾ പറയുന്നു. ഗുവാഹത്തി, വിശാഖപട്ടണം, പാറ്റ്ന, അമൃത്സർ, അഹമ്മദാബാദ്, കൊച്ചി, ഗോവ, ബാംഗ്ലൂർ, ചെന്നൈ എന്നീ നഗരങ്ങളിലേക്കാണ് ഈ ഫെസിലിറ്റി ഉടനടി ആരംഭിക്കുന്നത്. വൈകാതെ രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലും ഇത് നടപ്പിലാക്കും. ഇതോടെ മലയാളികളടക്കം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇടവേളയ്ക്ക് ശേഷം നേരിട്ട് കേരളത്തിൽ വന്ന് ഇമിഗ്രേഷനും കസ്റ്റംസും ക്ലിയറൻസും നടത്തി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് നടത്തി പോരാൻ കഴിയും. ഇപ്പോഴുള്ള പ്രശ്നം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ആദ്യം എത്തുന്ന എയർപോർട്ടിലാണ്. മുംബൈയിലും ഡൽഹിയിലുമൊക്കെയാണ് പൊതുവെ ആളുകൾ ആദ്യം എത്തുന്നത്. അവിടുന്ന് മദ്യം വാങ്ങിക്കൊണ്ട് കയ്യിൽ പിടിച്ചു കൊണ്ടുവരാൻ പരിമിതിയുണ്ട്. മിഠായിയൊക്കെ വാങ്ങി കൊണ്ടുവരാൻ കഴിയുമെങ്കിലും മറ്റ് ഷോപ്പിങ്ങുകൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതി അവസാനിക്കുകയാണ്. ഇത് മാത്രമേ നവി മുംബൈ പോലുള്ള, നോയിഡ പോലുള്ള, ബാംഗ്ലൂർ പോലുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം സൗകര്യങ്ങളുള്ള അന്താരാഷ്ട്ര എയർപോർട്ടുകളെ ഏഷ്യയുടെ കണക്റ്റിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കവും ആരംഭിച്ചു. അന്താരാഷ്ട്ര വിമാന കമ്പനികളുമായി ചർച്ച നടത്തി ലോകത്തെ കണക്ട് ചെയ്യുന്ന ദുബായ് പോലെ, അബുദാബി പോലെ, ഇത്തിഹാദ് പോലെ പ്രധാനപ്പെട്ട ഒരു കണക്റ്റിംഗ് ഹബ്ബായി ഈ പ്രധാനപ്പെട്ട എയർപോർട്ടുകളെ മാറ്റാനുള്ള ചർച്ചകളും നീക്കങ്ങളും നിക്ഷേപവും ആരംഭിച്ചിട്ടുണ്ട്. 2047 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും അധികം വിമാനയാത്രക്കാരുണ്ടാവുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ ആവും. ആ വിമാനയാത്രക്കാർ വിദേശ വിമാന കമ്പനികളെ ആശ്രയിക്കാതെ ഇന്ത്യൻ വിമാന കമ്പനികളെ ആശ്രയിച്ച് കൂടുതൽ ഇക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശക്തമായ നീക്കമാണ് മോദി സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്.